ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊരു പുളിയാണ്. പുളി ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും പറയുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വന്ന പേര് ഞങ്ങൾ ചിലുമിക്ക എന്ന് പറഞ്ഞിട്ട് പറയാം. ചില സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ മാറുമ്പോഴും ഇതിന് ഓരോ പേരാണ് പറയുന്നത്. ചിലർ എലുമ്പുളി പറയും, ചിലർ ചിലുമിക്ക പറയും, ചിലപ്പോൾ ഒരു ഓർക്കാപ്പുളി എന്ന് പറയും. ഒരു മലപ്പുറം ഭാഗത്തേക്കൊക്കെ ഓർക്കാപ്പുളി, എലുമ്പുളി എന്നൊക്കെയാണ് പറയാറ്. എന്തായാലും പേരെന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വേറെ ഒന്നുമല്ല. ഈ പുളി നമ്മൾ സാധാ വെറുതെ ഒന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കര പുളിയായിരിക്കും അല്ലേ? ഞാൻ ഒന്ന് കാണിച്ചു തരാം. കഴിച്ച് ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്. പക്ഷേ ഇത് തിന്നാനൊരു മാർഗമുണ്ട്. അതെന്ത് മാർഗമാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു ഫ്രൂട്ടുണ്ട്. ഞാൻ സംഭവത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ആ ഫ്രൂട്ട് നിങ്ങൾക്കറിയോ എന്താണെന്ന്? അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ മോന് പെട്ടെന്നൊന്ന് വന്നു. അവനോട് മറുപടി പറയാനാണ് പെട്ടെന്ന് പോയത് കേട്ടോ. അപ്പം ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് ഈ സംഭവം പുളിയില്ലാതെ നമുക്ക് കഴിക്കാം. നല്ല സ്വീറ്റ് ആയിരിക്കും. ഭയങ്കര സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും ഈ പുളിക്ക്. അപ്പം അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ കമൻറ്റ് ഇടുക. എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചു. പിന്നെ ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട് ഈ ഫ്രൂട്ടിൻ്റെ ഒരു മരം. ചെറിയ തൈ മുതൽ തന്നെ അതുണ്ടാവും. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഫ്രൂട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, ഇത് ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാവേ. അതിനുള്ളിലൊരു കറുത്തൊരു കുരു ഉണ്ടാവും. അത് നമ്മൾ തുപ്പിക്കണം ഉണ്ടോ? ഇതിൻ്റെ വയറ്റെല്ലാം തിന്നിട്ട് നമ്മൾ തുപ്പിക്കളയണം. ഞാനേ ആ വയറ്റെല്ലാം തിന്നിട്ട് ബാക്കിയെല്ലാം ഇനി ഇത് ഞാൻ തിന്ന് കാണിച്ചു തരാവേ. ആഹാ, എന്താ മധുരം എന്നറിയോ? അടിപൊളിയാണ്. ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവർ എന്തായാലും പരീക്ഷിക്കണം. അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ.